ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ബാബുറസ്വാമിയെ ആക്കി ഇത്തരത്തിലൊരു മാറ്റം ഉൾപ്പെടുത്തുന്നത്? അല്ല, ഹൈക്കോടതി ഇടപെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രം ബാബുര് സ്വാമിയല്ല, മറ്റേ ബാബുര എന്നത് ശിവഭൂതഗണങ്ങളിലൊന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്ര വിഷ്ണു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതിന് പോകുമ്പോൾ പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അതായത് ബാബുരസ്വാമിനെ ബാബുരനാക്കുന്നതിന് കോടതി ഒന്നും ഇടപെട്ടില്ല. ഇതൊരു സത്യത്തിൽ അനാവശ്യമായൊരു വിവാദമാണ്. അനാവശ്യമായ വിവാദം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും RSS BJP മുമ്പിൽ നല്ലത് പറയുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് BJP നിന്ന് രാജിവെച്ച ഒരാൾ എൻ്റെ സുഹൃത്താണ്, അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നവരൊന്നല്ല, 90കൾ ഇവർ അതിശക്തമായ മുസ്ലിം വിരോധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെനിക്കും അറിയാം, 90കൾ അതിന് മുമ്പൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ആത്യന്തികരുടെ ലക്ഷ്യം. അവിടെ ആത്യന്തിക ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തെ ഹിന്ദു മതത്തെ സംരക്ഷിക്കുന്നു. ഇതൊരു ഓപ്പണായി കിടക്കുന്ന സാധനമുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിൽ എപ്പോഴും കപ്പലിറക്കാം, മീൻ പിടിച്ചുകൊണ്ട് പോകാം. അങ്ങനെയാണ് ഇവിടെ എത്രമാത്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വന്നത്. ആദ്യം കുറച്ച് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ നമ്മളെയൊക്കെ പോലുള്ള മുസ്ലിങ്ങളും കച്ചവടക്കാരാകുന്ന അറബികളും സാമൂതിരിയും അല്ലെങ്കിൽ ചേര രാജാവും അവിടുന്ന് ഓടിക്കപ്പെട്ട സ്ത്രീയും ക്രിസ്ത്യാനികളും നമ്മുടെ ബന്ധത്തിലൂടെ വന്നിട്ട് അത് വളരെ നാച്ചുറലായിട്ടുണ്ട്. ബാക്കി മഹാഭൂരിപക്ഷം നമുക്കറിയാം പല രീതിയിലുള്ള ഫോഴ്സ്ഫുള്ളോ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലി ആയിട്ടുള്ള കൺവേർഷനിലൂടെ വന്നതാണ്. അത് ഫോഴ്സ്ഫുള്ളായിരുന്നു നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഈ ലോകത്തുള്ള പഴയ സംസ്കാരങ്ങൾ ഇപ്പം നിലനിൽക്കുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഇന്ത്യ, ഒന്ന് ചൈനയിൽ കമ്മ്യൂണിസം വന്നതോടുകൂടിയ വേറെ രീതിയിലേക്ക് മാറും. പിന്നെ ഇന്ത്യയാണ്. ഇതിങ്ങനെ ഓപ്പണായി കിടന്നത് ഇത് അധികം താമസിക്കാതെ ഒന്നെങ്കിൽ ഇത് ക്രിസ്ത്യാനികളുണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുണ്ടോ, അതാണ് സംഭവം. അതിനെ സംരക്ഷിക്കാനാണ് ആത്യന്തിക RSS വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് പക്ഷേ ഹിന്ദുക്കൾ ഒരുമിപ്പിക്കാൻ വേറൊരു കാര്യമില്ല. ഒരു ജാതി മതം തല്ലിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിനൊരു പൊതുശത്രുവിനെ എപ്പോഴും വെക്കണം. അങ്ങനെയാണ് മുസ്ലിംസിനെയും പിന്നെ ക്രിസ്ത്യൻസിനെയും വെച്ചത്. അതിപ്പോൾ സെൻട്രലിൽ ഭരണം കിട്ടി, ഇപ്പോൾ RSS ആണ് രാജ്യം ഭരിക്കുന്നത്. ആ സ്വിച്ചത് വലിയ മാറ്റമൊന്നും ഇനി അടുത്തൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഉത്തരേന്ത്യ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പം RSS ആണ് സത്സംഗ് ചാലകാണെങ്കിലും ഹൊസബളയാണെങ്കിലും എല്ലാം തന്നെ സമന്വയത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുക. അതാണ് അവരുടെ ബേസിക് സാധനം. ഗോൾബർക്കും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ആദ്യഘട്ടം അവസാനത്തേക്ക്. അപ്പോൾ പൊതുവെ ആ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഹിന്ദുക്കളിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, അതിൽ ഒരാളായിട്ട് കർത്താവ് അതിലേക്ക് നിന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഞാനെപ്പോഴും കാര്യങ്ങൾ പോസിറ്റീവായി കാണുകയും വിവിധ ജനവിഭാഗങ്ങൾ നല്ല സമന്വയത്തിലൂടെ പരസ്പര ശത്രു അല്ലാതെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതും. സാർ ഒരുപക്ഷെ പറഞ്ഞത് ശരിയായിരിക്കും. ഹിന്ദു ഒരു ആചാരം അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഏത് ദൈവത്തെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലുള്ള, കാരണം 30 മുക്കോടിയാണെങ്കിൽ ഒരു ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും കൂടെ അതാണ് ഗുരുജി ഗോളുകളൊക്കെ പറഞ്ഞത്. ഗുരുജി ഗോളുകളൊക്കെയാണ് RSSന്റെ താത്വികാചാരി ഹെഡ്ഗേവ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ബാബറി മസ്ജിദ് വിഷയം എന്ന സമയത്ത് ആൻറ്റി മുസ്ലിം സാധനം അത്ര ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ബാക്കിയാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ബാബുരാം ആയിട്ട് ബന്ധപ്പെട്ട വിവാദം എന്നാണ്. കാരണം ഇത് ശബരിമല എന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഹിസ്റ്ററി ഉണ്ട്, അതിൽ ഐതിഹ്യങ്ങളുണ്ട്, പിന്നെ ഈ നാട്ടിൻ്റെ ഒരു പൊതു സംസ്കാരം അതിലുണ്ട്. മനസ്സിലായി? ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ശബരിമല. അപ്പോൾ ഈ നാടിൻ്റെ പൊതു സംസ്കാരം വെച്ചാൽ അവിടെ മതങ്ങൾ ഒരിക്കലും സംഘർഷത്തിലുള്ള രാജ്യമല്ല ഇത്. ഇവിടെ ഇസ്ലാം മതം തുടങ്ങിയ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹിന്ദു രാജാക്കന്മാരുടെ പങ്കാളികളായിട്ടും അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡായിട്ടാണ് മുസ്ലിങ്ങൾ മലബാറിലുണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾ അതിൻ്റെ മുമ്പേ ഇവിടെ ഉണ്ട്, ജൂതന്മാരുണ്ട്. അവരെല്ലാം തന്നെ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിലെ സെക്കൻഡ് ഇൻ കമാൻഡാണ്. മനസ്സിലായില്ലേ? ഇവിടെ വൈശ്യരില്ലാത്തതുകൊണ്ട് ആ ജോലി ചെയ്തിരുന്ന ഈ 3 സമുദായത്തിൽപ്പെട്ട ആളുകളാണ്: അറബികൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ. അത് അറബികൾ എന്ന് വെച്ചാൽ എല്ലാ വിവാദപ്പെടും. ഇപ്പം വേണേൽ നമുക്ക് വേണേൽ മുസ്ലിംസ് എന്ന് പറയാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. നമ്മളിപ്പം ശശിഭൂഷൺ സാറൊക്കെ പറഞ്ഞാൽ അവിടെ മുമ്പ് വർത്തക സംഘങ്ങൾ വരുന്ന സമയത്ത് അവരവരുടെ ദൈവത്തെ അവിടെ കൊണ്ടുവച്ച് സ്ഥാപിക്കുകയും പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി പോർച്ചുഗീസുകാർ പിന്നെ അത് എന്താ പറയുക, ഇവിടെ നിങ്ങൾ ഈ ചലനം തന്നെയാണ് പറഞ്ഞത്, ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പിന്നെ അത് മലയാളന്മാർ അതിൻ്റെ സംരക്ഷകരായി വരികയാണ് എന്നൊക്കെയാണ്. അതായിരിക്കും അതിൻ്റെ സത്യം. ആ രീതി ഒരുപാട് പാസസ് ഉണ്ട് അവിടെ നിന്ന് കൊണ്ട് വർത്തക സംഘങ്ങൾ വരുന്നു. അപ്പോൾ വെള്ളനാട് രാമായണം എന്ന് പറയാൻ പോലുള്ള ലോക്കൽ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അതൊന്നും വലിയ സ്റ്റാർ ഫ്രെയിം എന്നുള്ള ആളുകളല്ല, പക്ഷെ നന്നായിട്ട് ആ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ. അവർ പറയുന്നത് വെച്ചാൽ ഈ വർത്തക സംഘങ്ങൾ വരുന്ന സമയത്ത്, പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഈ ഇന്റേണൽ ട്രേഡും കൂടി പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിരുന്നു. അതുകൊണ്ട് ഈ വർത്തക സംഘങ്ങൾ അവർ കൊന്നുകളഞ്ഞു, അവരുടെ കാളകളെയൊക്കെ പിടിച്ചെടുത്തു. ഈ വർത്തക സംഘങ്ങൾ ബ്രാഹ്മിൺസ് ആയിരുന്നു. തമിഴ് ബ്രാഹ്മിൺസ് കച്ചവടം ചെയ്യുമല്ലോ, അവരെയൊക്കെ കൊന്നുകളഞ്ഞു. അപ്പോൾ ബ്രഹ്മഹത്യ ആവുമെന്നുള്ളതുകൊണ്ട് അതിന് കൊല്ലം രാജാവ് പങ്കാളിയായില്ല, പോർച്ചുഗീസുകാരാണ് ചെയ്തത്. അതോടുകൂടി അവരെ ആരാധിച്ചിരുന്ന അവർ മൂർത്തി ഉണ്ടായിരുന്നു, ക്ഷേത്രം ഉണ്ടായിരുന്നു, ശാസ്താവിൻ്റെ.
അത് അവിടെ ഒറ്റപ്പെട്ടു പോവുകയും ഇപ്പം നിങ്ങൾ തന്നെ തമ്പാനി നോക്കിയാൽ മതി. ഇൻഡർസ്റ്റേറ്റ് വന്ന ബസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഡ്രൈവർമാർ അവിടെ CPI ഓഫീസിന് മുന്നേ ജംഗ്ഷനിൽ ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു സംഭവം, ഒരു മൂർത്തി വെച്ചിട്ടുണ്ട് പ്രതിഷ്ഠ. അവിടെ പൂജിച്ചിട്ടാണ് അവർ പോകുക. അവിടെ ഇപ്പോൾ ചെറിയ ടെമ്പിളായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള സംഭവമായിരുന്നു. അപ്പോൾ അത് പിന്നെ മലയന്മാരുടെ ആരാധനയായി മാറി. തമിഴ്നാട്ടിൽ അയ്യനാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ആ കോൺസെപ്റ്റുമായിട്ട് കൂടിച്ചേരുകയും ചെയ്തു. പിന്നെ വേറെ ഒന്ന്, ഈ സമയത്ത് പന്തളം രാജവംശത്തിലെ അധികാരത്തോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. അവിടെയാണ് ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വരാൻ പോകുന്നത്. അയ്യപ്പൻ്റെ മണികണ്ഠൻ്റെ ഒക്കെ കഥ വരുന്നു. ആ കഥ അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ കേരളത്തിലെ ഒരു പൊതുവായ രീതിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ക്രിസ്ത്യാനികളും ശത്രുക്കളായിട്ടല്ല, പരസ്പരം സഹകരിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെ പുറത്തുകൊണ്ട് വെച്ചു. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഇവിടെയുള്ള ചേർത്തലയുള്ള ലാറ്റിൻ കമ്മ്യൂണിറ്റി ആർത്തുങ്കൽ ചർച്ച് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ വെള്ളനാട് രാമൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ബാരാണ് ബാവൻ, അവിടെ മുമ്പ് വെട്ടുണ്ടായിരുന്നു, ബലിയുണ്ടായിരുന്നു ആടിന്. അപ്പം ഈ ആടിനെ വെട്ടാൻ വേണ്ടി ആടിനെ കൊണ്ട് മധുരയിലുള്ളൊരു മുഹമ്മദ്, ശിങ്കാരി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങേർക്ക് അതിൻ്റെ രേഖ അങ്ങേരുടെ കയ്യിലുണ്ടെന്ന് അങ്ങനെ പറയുന്നത്. അത് പിന്നെ 12 രാജാവിൻ്റെ ഒരു അധികാരി കൊടുത്തിട്ടുള്ള രേഖ. ആ ആടിനെ അവിടെ എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു സ്ഥലം ശബരിമലേൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. ആ സ്ഥലമാണ് പിന്നെ ബാബർ എന്നുള്ള കോൺസെപ്റ്റായി മാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്, വെറുതെ പറയുന്നതല്ല. വെള്ളനാട് രാമനൊന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും, വളരെ ഒതൻറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ കോൺസെപ്റ്റ് അവിടെ ഉണ്ടായി വന്നത്. അത് പിന്നെ ഈ കാലഘട്ടത്തിൽ ഇടക്കാലത്ത് 90s കേരളത്തിൽ ഈ പറയുന്നത് ബാബറി മസ്ജിദ് പ്രശ്നം സ്ട്രോങ് ആയതോടെ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ശത്രുതയാടിലേക്ക് വന്നു. ആ സമയത്ത് തുടങ്ങിയതാണ് ഈ ഓരോന്നിനെയും തേടി പിടിച്ചിങ്ങനെ മാറ്റാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അനാവശ്യമായ വിവാദമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിശുദ്ധ പരിഷത്ത് പറയുന്നത് 100 വർഷം മുമ്പുള്ള വായ്പുള്ള ഗ്രന്ഥത്തിൽ ഇങ്ങനെ റെഫറൻസ് ഉണ്ടായി. അങ്ങനെ ഗ്രന്ഥത്തിൽ റെഫറൻസ് ഉണ്ട്, അതിന് വേറെ റെഫറൻസ് അതിന് മുമ്പ് വേണം. പിന്നൊന്ന് പറഞ്ഞാൽ ദേവപ്രശ്നത്തിൽ കണ്ടു എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പലതും നമുക്ക് ദേവപ്രശ്നത്തിനെ കാണാൻ പറ്റും. ഇത്രയും കാലം ബാബരും അതും ഇത് രസമൊന്നല്ല. അവിടെയുള്ള മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം, ഹാർഡ് കോർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ബാബറിനെ ബഹുമാനിക്കുന്നതില്ല. അവരൊന്ന് അനുസ്ലാമികാന്ന് അവരും പറയുന്നത്. അതാണ് ഞാൻ, ഇത് കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വശം. 2, ജമാഅത്ത് ഇസ്ലാമിക്കാണ് ഇപ്പോൾ ഇതിനു വേണ്ടി വാദിക്കുന്നത്. ഇതിൽ OBC ഐക്യമാണ് കാണിക്കുന്നത്. എന്തോന്ന് OBC ഐക്യം? ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താ ഭാഷയുള്ളത്? അവരെ പത്രം. കാരണം അവർ ഈ പറയുന്നത് ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയല്ലേ അവരുടെ ലക്ഷ്യം, അല്ല ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തലല്ലല്ലോ അവരുടെ ലക്ഷ്യം. അപ്പോൾ മോഡീനെ പഠിച്ച് ചെറുതായി മാറ്റം വരുത്തിയെന്നല്ലേ ഉള്ളൂ. ഗവൺമെൻറ് ജോലി വരെ മേടിക്കരുതെന്ന് പറയുന്ന ആളുകളാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നെ അവിടെ ചാനൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാബറിനെ കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ OBCക്കാരാണ് ഹിന്ദുക്കളുടെ ഇടയിൽ. കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ OBC ഈഴവ വിഭാഗമാണ് കൂടുതൽ. അപ്പോൾ കൂടുതൽ അവരല്ലേ പോവുക. അത് ചോദിച്ചാൽ OBCക്കാർ മാത്രമാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ നാട്ടിലൊക്കെ കൊട്ടാരക്കാർ നായന്മാരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈഴവരും പിന്നെ അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ പണ്ട് ജാതി വ്യവസ്ഥ സ്ട്രോങ് ആയ സമയത്ത് ഈ ശബരിമലയും എനിക്കൊന്ന് കൊട്ടിയൂരും അങ്ങനെ 3-4 ക്ഷേത്രം, പറശ്ശിനിക്കടവ്, അങ്ങനെ ഒരു 3 ക്ഷേത്രങ്ങൾ വെച്ച് ബാക്കി മറ്റ് താനജാതിക്കാർക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ശബരിമല അന്നേ എല്ലാവരും പോകുന്ന ടെമ്പിളാണ്. അന്ന് ഇതുപോലെ വണ്ടിയും ജീപ്പും ബൈക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പൊതുവെ കുറവായിരുന്നു. അത് വാർഡൻ കോർണറൊക്കെ പറയുന്നുണ്ട്, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വാർഡൻ കോർണറാണ് ഹിസ്റ്റോറിക്കലി ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. അപ്പം അതെടുത്ത് അതിലൊരു കച്ചവടം നടത്തുകയാണ് ഇത് മറ്റവന്മാർ, ഈ വിശ്വ പരിഷത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ആളുകൾ. അതായത് പിന്നെ കേരളത്തിലെ OBC സൗഹൃദത്തെ താക്കുക. എന്താ പറഞ്ഞാൽ OBC നായരെ നിങ്ങൾ OBC ആയിക്കൊണ്ടിരിക്കുക. നായന്മാരാണ് ഏറ്റവും കൂടുതൽ, ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ നായന്മാരായിരിക്കും പോകുന്നത്. എണ്ണത്തിൽ ഒരു പക്ഷേ ഈഴവരായിരിക്കും, കാരണം ഈഴവർ എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട്. അതുപോലെ ലാറ്റിൻ കമ്മ്യൂണിറ്റി എന്താണ് പിന്നെ OBC ആണ്. ഈ OBC സെക്ഷനാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സെക്ഷനാണ്. അതിന് OBC സെക്ഷൻ ഉണ്ടോ എന്നിട്ട് പറയാണ് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഈ OBC ഐക്യം. ഈ OBC സംഭവം ലോകത്ത് എവിടെ ഉള്ളത്? സാഹിബ് ഇവിടെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമല്ലേ OBC. ഈ 2 കൂട്ടം ഇങ്ങനെ കച്ചവടം നടത്തുകയാണ്. ഈ വിശ്വ പരിഷത്ത് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകാതിരിക്കുന്നത് നല്ലത്. അത് പൊതുവെയുള്ള ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയ്ക്ക് എതിരാണ് ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പലതും പിന്നെ തിരിച്ചും മറിച്ചും പലതും ചെയ്യേണ്ടി വരും. അത് അധികം മറ്റുള്ളവർക്ക് ഇപ്പോൾ ഹിന്ദുയിസത്തെ താക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് വളരെ അനാവശ്യമായിട്ടുള്ള വിവാദം. അതെ, അത് എങ്ങനെയാണോ പണ്ട് കാലം മുതൽ ഉള്ളത് അതുപോലെ അങ്ങ് പോയാൽ പോരെ. അല്ല അങ്ങനെയൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. വേറെ വരും.
അത് പണ്ടാരാസ് ബോക്സ് ആണ്, തൊടാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് നമ്മുടെ ട്രഡീഷന്റെ ഭാഗം. അയ്യപ്പന്റെ അടുത്ത് ഭയങ്കര കളികളാണ് ചെയ്യുന്നത്. ഏത് തരത്തിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കണം, പ്രയോഗിക്കണം എന്നുള്ളത് ആലോചിച്ചിട്ട് നടക്കുകയാണ് രാഷ്ട്രീയക്കാര്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും കൂടെ വരുന്നത്. മറ്റൊരു ബാർബറി മസ്ജിദ് ഒക്കെ അല്ല, ഇതിപ്പോ രാജീവ് ചന്ദ്രശേഖർ എല്ലാം കൂടിയിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെ BJP ഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സാധനം. ഇതിനുള്ളിൽ എന്തോ വേറെ അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് സുരേഷ് ഗോപിക്ക് അവിടെ ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടണമല്ലോ, നിലവിൽ ജയിക്കും, അതുകൊണ്ടാണ് ജയിച്ചത്. ആ സമയത്താണ് സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നത്, ഒരു കാര്യമില്ലാണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാണ്. അത് പിന്നെ പറഞ്ഞാൽ പോരെ, അതുവരെ മുമ്പേ പറയുന്ന കാര്യം ആകെ ശരി തന്നെ. ആ സമയത്ത് എന്തിനു പറഞ്ഞു? അത് നമ്മൾ പറഞ്ഞത് സുരേഷ് ഗോപി നമ്മൾ അയാളെ കുറ്റം പറഞ്ഞു അങ്ങനെ. അയാൾ അന്നപ്പോൾ ആ സമയത്ത് അത് പറയേണ്ട ആവശ്യം എന്താണ്? കേരളത്തിൽ ഓൾറെഡി ഒബ്സർവ് ചെയ്താണ്, കേരളത്തിൽ ഹിന്ദു മുസ്ലിം ഒരു ഐക്യത്തിൽ, അല്ലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം ഐക്യത്തിൽ മാത്രമേ BJP സ്പേസ് ഉണ്ടാവുള്ളൂ. അത് ഇതൊക്കെ കാണുമ്പോഴാണ് ഭ്രാന്തർ യുവാക്കുള്ളത്. ഇപ്പം ഇത് കണ്ടിട്ട് മുസ്ലിങ്ങളായ എൻ്റെ സുഹൃത്തുക്കളെ നിനക്കിപ്പം മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ മനസ്സിലായിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഉണ്ടായപ്പോൾ തന്നെ അങ്ങനെ ഒരു അജണ്ട RSSനില്ല. മുസ്ലിങ്ങളെ ഒന്ന് കടലിൽ തള്ളുക, ക്രിസ്ത്യാനികളെ ഒന്ന് കടലിൽ തള്ളുക, അങ്ങനെ അജണ്ടയൊന്നും ഇല്ല. ഇതെന്ന് വെച്ചാൽ അന്ന് ആ 90s ഉണ്ടായ ഒരു പ്രശ്നമാണത്. 90s കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നത്. അത് ചില സ്ഥലത്ത് ചാകാതെ കിടക്കുന്നു, ചില ആളുകൾ അത് ഉപയോഗിക്കുന്നു. ഉള്ളിൽ കൊടിയ വൈരമുള്ള വിഷമുള്ള ചില ആളുകളുണ്ട്, എല്ലാത്തിലും ഉണ്ടാവും. അവരാണ് ഇങ്ങനെയുള്ള കത്തിക്കുന്നത്. ഇപ്പം ബിജി തമ്പി സാറാണ് വിഷയം എന്ന് പഠിച്ചത്. എൻ്റെ അടുത്ത സുഹൃത്താണ് ബിജി തമ്പി സാറിനോട് ഞാനത് പറഞ്ഞത്, എൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിഷയം. പക്ഷേ മുപ്പത് അതിൻ്റെ നേതാവുമാണ്. ഞാനധികം അന്തം പിന്നെ ഫോഴ്സ് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ ഇത്തരം വിവാദങ്ങൾ പോകാതിരിക്കുന്നതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.